to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ വീണ്ടും ഖത്തർ വ്ളോഗ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ ഇതാ രാവിലെ എണീറ്റു. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അശ്ശിക്ക് ഉച്ചയ്ക്ക് പോയാൽ മതി, അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആവുമല്ലോ. ഈ 10 മുട്ട ഇട്ടിരിക്കുന്നതല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അശ്ശിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡയറ്റിലാണ് കേട്ടോ പുള്ളിക്കാരൻ, അതുകൊണ്ട് രാവിലെ എഗ്ഗാണ് കഴിക്കാറ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തോല് കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 10 എണ്ണമൊക്കെ ഇങ്ങനെ തോല് കളഞ്ഞ് വെക്കുമ്പോഴത്തേക്കും ബോറടിക്കും കേട്ടോ. ഇനിവേ ഞാനതൊക്കെ കളഞ്ഞ് മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കോഫിയും പിന്നെ പത്തിരിയും കടലക്കറിയായിരുന്നു. പിന്നെ ഒരു മുട്ട എനിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പെട്ടി അൺലോഡിങ് ആണ്. അതായത് നമ്മൾ പെട്ടി പാക്ക് ചെയ്യുന്നത് മാത്രം കണ്ടാൽ പോരല്ലോ, പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നതും കാണണമല്ലോ. അപ്പോൾ അതും ഒരു വലിയ പണിയാണ്. അതാണ് ഏറ്റവും വലിയ പണി. ഇതൊക്കെ ഒതുക്കി വെക്കണമല്ലോ പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഒരുങ്ങി സെറ്റായി നിൽക്കണ്ടേ. പക്ഷെ ഞാൻ സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ ഒന്നൊരുങ്ങുകയൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. എന്നെ ഇതാ ഇവിടെ നിന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ബ്ലാങ്കറ്റ് ഒന്ന് മടക്കി വെക്കാൻ പറഞ്ഞു. അതിനാണ് ഒരു മാസം നല്ല സുഖമായിരുന്നു, ഫ്രീ ആയിട്ട് കിടക്കായിരുന്നു എനിക്കെന്നും പറഞ്ഞിട്ട് ചുമ്മാ തമാശയ്ക്ക് പറയുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ വിടരുതല്ലോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിലൊന്നും ചെയ്യും തോന്നില്ല. അങ്ങനെ ഞാൻ എന്താ എൻ്റെ പെട്ടിയും എൻ്റെ ബാഗും എൻ്റെ ചട്ടിയും പെട്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് എന്തോ വീഡിയോസൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എനിക്കറിയാം നിങ്ങളിൽ കൂടുതൽ കുറേ പേർക്കൊക്കെ എൻ്റെ നാട്ടിലെ വ്ളോഗ്സ് കാണാനാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്ളോഗ്സ് ചെയ്തല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് പൊട്ടിക്കെട്ടൂലേ. അപ്പോൾ എൻ്റെ അല്ല നമ്മുടെ. അപ്പോൾ ഇതും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അശ്വിൻ്റെ ഒക്കെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡ്രസ്സ്, ടീഷർട്ടും ഷർട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ വാങ്ങിച്ചതും പിന്നെ അശ്വി വാങ്ങിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ എടുത്തതാണ്. ഇതൊക്കെ ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തവണ പോയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഒരിക്കലും മറക്കാതെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് എൻ്റെ ഈ ഒരു സ്കിൻ കെയർ കിറ്റ്. അപ്പോൾ അത് ആണ് പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എൻ്റെ ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊന്ന് പറയാം. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇതറിയാത്തവർക്ക് ഞാൻ അതൊന്നും പറഞ്ഞുതരാം. ക്യൂർ സ്കിൻ എന്ന് പറയുന്നൊരു ആപ്പാണ്. അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ വരും. പേര്, ഏജ്, ജെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മളെ പ്രശ്നം എന്താണെന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സ്കിൻ റിലേറ്റഡ് ആണോ, ഹെയർ റിലേറ്റഡ് ആണോ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു പേജിലോട്ടാണ് പോകുന്നത്. ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം അവരടുത്ത്. അവർ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ടും ചോദിക്കും. അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ, ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 100% സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ്. പിന്നെ ഇതിനകത്തുള്ളതെല്ലാം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അതിലൊന്നും പേടിയൊന്നും വേണ്ട. അങ്ങനെ അവരായിട്ട് ചാറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ അവരെല്ലാം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നമ്മുടെ ഫേസും അതൊക്കെ നമ്മൾ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി എന്നിട്ട് നമുക്ക് തരുന്ന ഒരു കിറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ കിറ്റിൽ 4 സാധനങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് എനിക്ക് വന്നിട്ടുള്ളതെന്നും ഇതിൻ്റെ യൂസേജൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ്. ഇത് മോർണിംഗ് ആൻഡ് നൈറ്റ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യും. ജസ്റ്റ് ഒരു പമ്പ എടുക്കാൻ പറയുന്നുള്ളൂ. ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ മോർണിംഗിൽ വരുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. രാവിലെ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫേസ് വാഷ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ സമ്മർ ആയതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ സാധാ സൺസ്ക്രീൻ പോലെ അല്ല കേട്ടോ. ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഫേസിലും നെക്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ. മോർണിംഗിൽ സ്കിൻ കെയർ ഇത്രയും സിമ്പിളാണ്. പിന്നെ വരുന്നത് നൈറ്റിലാണ്. നൈറ്റിൽ എനിക്ക് 2 പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യാനുള്ളത്. അതും ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ് യൂസ് ചെയ്യാനുള്ളത്. ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ്. ഇതും ജസ്റ്റ് ഒരു പീ സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ്, തേർഡ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലേ യൂസ് ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അരിമണിയുടെ അത്രയും എടുക്കാൻ പറയുന്നുള്ളൂ. ചെറിയൊരു പൊടിക്ക് എടുത്താൽ മതി. ഇത് നമ്മൾ ഫേസിലുണ്ടായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസ്, കെയർസും ഓപ്പൺ പോർസ് അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഡയറ്റിലെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. എനിക്ക് ഈ ഒരു 4 പ്രോഡക്റ്റ്സ് വരുന്ന കിട്ടിയിട്ടുള്ളത് 1499 ആണ്. ഇതാണെങ്കിൽ അപ് ടു 3 months വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം തന്നെ നമുക്ക് കാണാനും പറ്റും. നമുക്ക് മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും. അത് നമ്മൾ മറന്നാലും നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കും. പിന്നെ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യൂർ സ്കിന്നിലൊന്ന് എൻ്ററായി നോക്കുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ ബാഗിലുള്ളതൊക്കെ വലിച്ച് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും എടുത്തു വെച്ചിട്ടില്ല, എല്ലാം ബെഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പെട്ടിയൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് ഞാനതെടുത്ത് ബെഡിലേക്ക് വെച്ചിട്ട് അതിലുള്ള സാധനമൊക്കെ എടുത്ത് വെക്കാൻ വിചാരിച്ചു. ഇതിലും ഡ്രസ്സ് തന്നെയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഇതെനിക്ക് നിവേട്ടം കൊണ്ടുതന്ന ഒരു ഡിജിറ്റൽ നോട്ട്ബുക്കാണ് കേട്ടോ, ഒരു ഡയറിയാണ്. അതിതുവരെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതെ, ഇനി എല്ലാം ഒന്ന് നോക്കണം. ഈ ഒരു ടീഷർട്ട് ഞാൻ എടുത്തില്ല എന്നും പറഞ്ഞിട്ട് കച്ചറയായിരുന്നു ഇവിടുന്ന്. അതിനാണ് ഞാൻ ഇന്ന് പിടിച്ചോന്നും പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുത്തത്. പിന്നെ ഫാൻസിയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐലൈനർ, ഐ സ്റ്റിക്ക്, പിന്നെ ഒരു ഹെയർ ബോ വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു. പുള്ളിക്കാരൻ മുടി നീട്ടാനുള്ളൊരു പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹെയർ ബാൻഡ് വാങ്ങിച്ചത്. ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കിയായിരുന്നു, പണ്ടാരം തലയിൽ കുടുങ്ങി. അങ്ങനെ അതൊക്കെ ഒന്ന് അഴിച്ചെടുത്ത്. എന്തായാലും ഈ ഹെയർ ബാൻഡ് വാങ്ങിയത് എന്തായാലും നന്നായി. ഹെയർ ബാൻഡാണോ ഹെയർ ബോ ആണോ, എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് വാങ്ങിക്കാൻ പറഞ്ഞത് എന്തായാലും നന്നായി. കാരണം ഞാനിത് വെച്ച് നോക്കിയപ്പോൾ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതങ്ങോട്ട് എടുത്തു എന്ന് പറയുമായിരുന്നു. അശ്വിൻ്റെ അടുത്ത് ഇതിൻ്റെ വേറൊരു മോഡലുണ്ട്, പക്ഷേ അശ്വിക്ക് ഇത് തന്നെ വേണം. പക്ഷെ ഞാൻ കൊടുക്കില്ല. പിന്നെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ അജിയോയിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൽ ചിലതൊക്കെ അശ്വിൻ്റെ സെലക്ഷൻ ഉണ്ട്, ചിലത് എൻ്റെ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അശ്വി എടുത്ത് വെക്കണം. അതെ, അശ്വിനെ ഞാൻ എടുത്ത് വെക്കാം. അശ്വി എൻ്റെ എടുത്ത് വേണ്ട, അതെനിക്ക് നഷ്ടമാണ്. അങ്ങനെ ചെയ്യാം. വേണ്ട, പരസ്പരം നമ്മളെല്ലാം ഈക്വലി ഷെയർ ചെയ്യണം. ആണല്ലേ? അശ്വല്ലേ ആദ്യം അങ്ങനെ പറയല്? അശ്വ പറയല് ഉണ്ട്. നമ്മള് പ്രേമിക്കുന്ന സമയത്ത് അശ്വ അങ്ങനെ എന്തോ ഒരു എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അങ്ങനെ വന്നിക്കും നമുക്കെല്ലാം ഈക്വൽ, എന്താ എല്ലാത്തിനും ഈക്വൽ രണ്ടാക്കും എല്ലാം ഈക്വൽ ഈക്വൽ. അശ്വ എൻ്റെ അടുത്ത് വെക്കുക. ഇതൊന്നും പൊട്ടിക്കണ്ടായിനോ? പിന്നെ നേരെ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് ബിരിയാണി ആയിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഇന്ന്. അപ്പോഴേക്കും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് എനിക്ക് ചേച്ചി വിഷുക്കോടിയായിട്ട് എടുത്തു വെച്ചിരുന്നതാണ്, ഇപ്പോൾ കൊണ്ടു തന്നു. ഞാൻ വിഷുവിന് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളർ, എനിക്കില്ലാത്തൊരു കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടിയൊക്കെ രാവിലെ തന്നെ പെട്ടിയൊക്കെ എടുത്ത് എല്ലാം മാറ്റി ഒതുക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ച് എടുത്ത് തുറക്കുകയും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയും ചെയ്തു എന്നല്ലാതെ ഓരോന്നോരോന്നായി നോക്കുകയും അശികൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഓരോരോ കാര്യത്തിലായിപ്പോയി. പിന്നെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതിലേക്കായിപ്പോയി. ഇനി ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് മുന്നേ വെള്ളം ചൂടാവുന്നതിന് മുന്നേ കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി കുളിച്ച് പിന്നെ ഇങ്ങനെ ഓരോ ഇതിലായിപ്പോയി. പിന്നെ ഈ സൈഡ് ഞാൻ വിട്ടു. പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഒരു കിടത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എണീക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. പെട്ടിയൊക്കെ കാലിയാക്കി പെട്ടിയൊക്കെ മേലെ കയറ്റി വെക്കണം. അപ്പോൾ എന്താ പരിപാടി?
ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ശരിക്കും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഇതിലിപ്പോൾ എത്ര ആൾക്കാർ കാണുമെന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കുറച്ച് പേരിലേക്ക് എത്തിക്കണം, അല്ല അങ്ങനെയല്ല, ഇത് ഭയങ്കര എന്തോ വലിയ സംഭവമൊന്നുമില്ല കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട്. എന്നാലും ഇങ്ങനെ ഓൺലൈനിൽ ഡ്രസ്സൊക്കെ എടുക്കുന്ന കുറേ പേരുണ്ടാവില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ എടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് ഷോർട്സിലിടാം. അതിനാദ്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഡ്രസ്സ് ഇതൊക്കെ പാക്കിങ് എല്ലാം ആയിട്ട് ഫുള്ള് എൻ്റെ സൈഡ് ഫുള്ള് ഞാൻ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ ഇതെടുത്ത് വെക്കേണ്ടി വരും, എന്നിട്ട് ഇതെനിക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഓരോന്നും ചെയ്ത് തീർക്കാം. ഈ വാർഡ്രോബിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒറ്റ തട്ടേ ഉള്ളൂ, ഇവിടെ മാത്രം. ഇത് ഫുള്ള് ഡ്രോയറാണ്. പിന്നെ ഈ ഒരു തട്ടേ ഉള്ളൂ, പിന്നെ ഹാങ് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ്. അതിന് ഇടയ്ക്കൊരു തട്ടൊന്നും ഇവർ തന്നിട്ടില്ല, വേണേൽ നമുക്ക് വയ്ക്കാം. ഇതിനകത്തും അങ്ങനെ തന്നെ അവസ്ഥ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഹാങ് ചെയ്ത് വെക്കാമെന്ന്. ഇതൊക്കെ കുറേ പഴയതായ ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ നരച്ചു തുടങ്ങിയ ഡ്രസ്സുകളാണ്. ഇതൊന്നും എനിക്കിനി ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ പെട്ടിക്കകത്ത് വെക്കാം. വെറുതെ ഇതിനകത്ത് വെച്ച് സ്ഥലം കളയണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചു. ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം ഒന്ന് എടുത്ത് നീറ്റാക്കി മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഇപ്പോൾ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എത്ര കാലം ഇതിങ്ങനെ കിടക്കുമെന്നൊന്നും എനിക്കറിയില്ല, അതെൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ എൻ്റെ സ്യൂട്ട് കേസിൽ വെച്ച് മേലേക്ക് കയറ്റി വെക്കാൻ വിചാരിച്ചു. കാരണം വെറുതെ നമ്മൾ സ്ഥലം കളയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കുറേ ഞാൻ ഇട്ടിട്ട് പോയ ഡ്രസ്സുകളാണ്. പിന്നെ 1-2 എനിക്ക് ഒന്നും പറ്റാത്തതും ഉണ്ടെന്ന്. അത് ഞാൻ കുറേ ഇട്ടിട്ട് പറ്റാതെ ആയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. അങ്ങനെ എടുത്തു വയ്ക്കലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബെഡിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാ ഫൈനലി ഞാൻ ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഹാങ് ചെയ്ത് വെച്ചു. ഇനിയും ഹാങ്ങർ ഉണ്ടായിരുന്നു, ഇനിയും ഹാങ് ചെയ്ത് വെക്കായിരുന്നു. ഒരെണ്ണം അവിടെ ബാക്കിയുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് വെക്കണം. പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്ത് ഇടാനായിട്ട് ഒരു ആവേശം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.